തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി കൊല്ലോട് ഭദ്രകാളി ക്ഷേത്രത്തിൽ മോഷണം. ദേവിക്ക് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണ്ണപ്പൊട്ടുകളും നാണയങ്ങളും മോഷ്ടിച്ചു. മറ്റൊരിടത്തും മോഷണശ്രമം നടന്നിട്ടുണ്ട്. കാട്ടാക്കടയിൽ അമരാവതി ജ്വല്ലറിയിലാണ് മോഷണശ്രമം നടന്നത്. സംഭവസ്ഥലങ്ങളിൽ പോലീസും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, പറയൂ വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ഒരു മോഷണ വിവരം പുറത്ത് അറിയുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി കൊല്ലോട് ഭദ്രകാളി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നിരിക്കുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. ദേവിക്ക് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണ്ണ പൊട്ടുകളും നാണയങ്ങളും മോഷ്ടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് മറ്റൊരിടത്തും സമാനമായ രീതിയിൽ തന്നെ മോഷണം നടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. കാട്ടാക്കടയിലെ അമരാവതി ജ്വല്ലറിയിലാണ് മോഷണ ശ്രമം നടന്നത്. ജ്വല്ലറിയുടെ പുറകുവശം തുരന്നുകൊണ്ട് തുരങ്കം തീർത്തുകൊണ്ട് ചുമര് തകർത്തുകൊണ്ട് അകത്തേക്ക് കയറാൻ കള്ളം ശ്രമം നടത്തി. ഈ ഒരു ശബ്ദം കേട്ടതിനെ തുടർന്ന് പരിസരവാസികൾ ഉണരുകയും ബഹളം വെച്ചതിനെ തുടർന്ന് കള്ളൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതായത് മോഷണ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിസരവാസികൾ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും സംഭവസ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു. വിരൽ അടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കാട്ടാക്കട പോലീസ് സംഭവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. മറ്റൊരു ജ്വല്ലറിയിലും മോഷണശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത്.